റോസി മൈ ഡാർലിംഗ് റോസി, എങ്ങനെ ഉണ്ടായിരുന്നു? മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. ഓക്കെ സെൽഫ് റിയലൈസേഷൻ ഇസ് ഗുഡ് ഞാൻ വിചാരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ജഡ്ജസ്. ഓക്കെ റോമിയോ ആൻഡ് ജൂലിയറ്റ്. ആനന്ദ് ശാലിനി ഇഷ്ടപ്പെട്ടു ഡാൻസ്. പക്ഷെ എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെക്റ്റേഷനാണ് നിങ്ങൾ സ്റ്റേജിൽ കയറുമ്പോൾ. ആ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തില്ല, പെർഫെക്ഷൻ കുറവായിരുന്നു. പിന്നെ ആ റൗണ്ട് അങ്ങ് കഴിഞ്ഞു പോയെന്നങ്ങ് വിചാരിച്ചാൽ മതി അല്ലേ? അതല്ലേ ശരിക്കും ആനന്ദ് വിചാരിക്കുന്നത്? അല്ല, അത് ഇനി ഈ റൗണ്ട് ഒരിക്കൽ കൂടെ പെർഫെക്റ്റ് ആയിട്ട് കളിക്കണമെന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, ഗുഡ് ആറ്റിറ്റ്യൂഡ്. ആനന്ദ് കളിച്ചപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ അത്ര ഒരു എൻജോയ് ചെയ്തില്ല. ഒരു എക്സ്പ്രഷൻസ് കുറവായിരുന്നു തോന്നുന്നു രണ്ടുപേരും. അതിന് കുറച്ച് അതിലൊരു ഇൻവോൾവ്മെൻറ്റ് കുറവാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങളെ കൊണ്ട് വളരെ നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്, ഡു വെൽ. ഓക്കെ, താങ്ക് യു. ലൈല മജ്നു. എല്ലാം പഴയ 80s സ്റ്റൈലിൻ പോലെ തന്നെ ഉണ്ടായിരുന്നു. ലിഫ്റ്റിങ്സ് നിറയെ യൂസ് ചെയ്തു. പോസസ് എല്ലാം നന്നായിരുന്നു, നല്ല സ്റ്റിഫ് ആൻഡ് സ്റ്റഡി ആയിട്ട് ചെയ്തു. ബട്ട് ശാലിനി ഫുള്ളായിട്ട് കൺഫ്യൂസ്ഡ് ആണ്. തുടക്കത്തിൽ നല്ലൊരു പഞ്ച് ഉണ്ടായിരുന്നു വരവിൽ, പിന്നെ ഇൻട്രാക്ട് ചെയ്ത് പുള്ളിക്കാരനെ കൂട്ടിക്കൊണ്ട് പോയതൊക്കെ. കൺഫ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ലിഫ്റ്റിംഗ് ഇപ്പോഴായിരുന്നു, അയ്യോ ഇത് കഴിഞ്ഞിട്ട് അടുത്തത് എന്തായിരുന്നു, അങ്ങനെയൊക്കെ താഴെ കിടന്നിട്ട് ഉരുളുന്നതായിരുന്നാലും പുള്ളിക്കാരൻ മടിയിൽ വീഴുന്ന സ്റ്റെപ്സ് ആയിരുന്നാലും ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. ചെയ്യുന്ന സ്റ്റെപ്സ് എല്ലാം നല്ല എനർജി ഉണ്ടായിരുന്നു, ഗ്രേസ് ഉണ്ടായിരുന്നു, ആൻഡ് നൈസ് കോസ്റ്റ്യൂംസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ ശാന്തി മാസ്റ്റർ. ആനന്ദ് ശാലിനി നോട്ടി ഡിസ്കോ അല്ലേ, നന്നായിരുന്നു, നല്ല ഒരു അറ്റംപ്റ്റാണ്. ഇതിൽ നിങ്ങളുടെ പെർഫോമൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താന്ന് വെച്ചാൽ എല്ലാം ആ പഴയ സ്റ്റെപ്സും ആ കാലത്ത് ഒരു 80s ഉണ്ടായിരുന്ന ലിഫ്റ്റ്, ഇങ്ങനെ സ്വേർലിങ്സ്, അതൊക്കെ ആപ്റ്റായിട്ട് നിങ്ങൾ ചെയ്തു. കൊറിയോഗ്രാഫി നല്ലതായിരുന്നു. പക്ഷെ നിങ്ങൾ രണ്ടുപേർ തമ്മിൽ ഒരു എന്താ, ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അയ്യോ ഇവളെ എവിടെയും തെറ്റിക്കരുത്, ഇവളെ കറക്റ്റായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു കൂടുതൽ നമ്മുടെ ആനന്ദിൻ്റെ മുഖത്ത് വന്നത്. അവളെ കൊണ്ട് താഴെ വിടാതെ പിടിക്കണം, അങ്ങനെയുള്ളത്. അതേപോലെയായിരുന്നു ശാലിനി മറന്നിട്ട് പെട്ടെന്ന് ആനന്ദ് തല ഇങ്ങനെ താഴേക്ക് വരുന്ന മുന്നേ ഓടിപ്പോയി ഇരുന്ന് കൊടുത്തു, മടിയിൽ തല വരാൻ അല്ലേ. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഓബ്വിയസ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു നിങ്ങളുടെ തെറ്റുകൾ. ഇതൊരു നല്ല അറ്റംപ്റ്റാണ്. ഇനി വരുന്ന റൗണ്ട്സിൽ ഇതൊന്നും ഇല്ലാതെ കുറച്ചും കൂടി ഒരു മെച്യൂർഡ് പ്രൊഫഷണൽ പെർഫോമൻസ് കൊണ്ടുവരാൻ നോക്കും. സോ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫർദർ റൗണ്ട്സ്. റോസി മൈ ഡാർലിംഗ് റോസി, സെന്റിമെന്റൽ ആവില്ലേ? ദിസ് ഇസ് you looking beautiful, you also looking very handsome. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് നിങ്ങൾ രണ്ടുപേരും എല്ലാ റൗണ്ടുകളും കൊടുക്കണം. ഐ മീൻ യു ആർ ഹർ മോഡൽ സപ്പോർട്ട്, റൈറ്റ്? ശാലിനി ഇപ്പം ഓൾമോസ്റ്റ് ഇൻ ടീയേഴ്സ് ആയി ടോക്കിംഗ് അബൌട്ട് ദിസ് സെന്റിമെന്റൽ തിങ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർസിലേക്ക് പോകാം. ലൈല മജ്നു. അത്രയും നല്ല ലിഫ്റ്റുകൾ കൊണ്ടുവന്ന് കാണിച്ചതിന് 3 stars. ഓക്കെ, റോമിയോ ജൂലിയറ്റ് 3 stars. Shanti Master 3 stars. 9 stars. നല്ല മാർക്ക് അല്ലേ? അപ്പോൾ അടുത്ത റൗണ്ട് നന്നായിട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. മുൻപ് പോലെ പറഞ്ഞ പോലെ ബാദൽ യു ഹാവ് ടു കൺട്രോൾ. നിങ്ങൾ പവർ പാക്ക് എനർജിയാണ് നിങ്ങൾ, പക്ഷേ അത് കൺട്രോൾ അത് മാത്രം ചെയ്യണം. പിന്നെ സോങ് സെലക്ഷൻ എവറിത്തിങ് വാസ് ഗുഡ്. അറിയാത്ത രീതിക്ക് ഒരു സ്റ്റോറി ബോർഡ് കൊണ്ടുവന്നു. പിന്നെ അവസാനം ഏത് ഫോമാണ് ജയിച്ചത്? ക്ലാസിക്കൽ. അങ്ങനെയും വെക്കാം. ആരാണ് ജയിച്ചത്? ഒരു സ്ത്രീയാണ് ജയിച്ചത്. നല്ല
നല്ല ഒരു ചേഞ്ച് നമുക്ക് സിനിമയിൽ അറിയാം. ആക്ച്വലി നിങ്ങൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിലെ LED വി വർ സീയിങ് ദ ഒറിജിനൽ സിനിമയുടെ ഒരു ഇത് ഉണ്ടായിരുന്നു പിക്ചർ. അപ്പോൾ അതിനും ഇതിനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്.